ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇന്ന് ഇവിടുത്തെ ജെറുസലേം മലയാളികൾക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ കൂടെ നമ്മുടെ പ്രിയങ്കരിയായ സാൻഡ്ര, പിന്നെ രണ്ടുപേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഇപ്പം 101 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതെ, സന്തോഷം. അതെ, പരിചയിച്ച് നമുക്കത് കൃപാസനപ്പൊപ്പം തന്നിരിക്കുകയാണ്. അവിടെ പോയാലും മാതാവ് കൂടെ ഉണ്ട്. ചേച്ചി ചേച്ചിക്ക് ഒരു ജോലി ആയിരിക്കും. ജോലി നമ്മളിവിടെ ഇവിടെ ജോലി മറ്റേ ഉടമ്പടി എടുത്തവരായിരിക്കും. ഇതായിരിക്കും എല്ലാം നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതായിരിക്കണം. അതെ, മലയാളം കാണുമ്പോൾ സന്തോഷം. ഇങ്ങനെ അതെന്ത് വൃത്തിയാണ് ഈ അച്ചടിച്ച് ഇങ്ങനെ ഒരു മലയാളത്തിന്റെ ഒരു വാക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം. കാരണം ഫുൾ ഹീബ്രുവാണ്. ഇവിടെ കാട് നോക്കിയാൽ ഹീബ്രുവാണ്. അത് കാരണം നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇവിടെ എല്ലാവരും വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഒരു പ്ലേസ് ആണ് ജെറുസലേമിലെ. നമ്മളിപ്പോ പോകുന്ന ആ ഒരു പ്ലേസിലേക്കുള്ള വഴി ഇതൊക്കെയാണ്. ഈ സ്ഥലം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മാസത്തേക്ക് ക്ലാസ്സിന് വരാം. വേറെ പിള്ളേരുണ്ട്, അപ്പൊ ഒന്നിച്ച് ഇവിടെ അങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ആ വഴി അതുകൊണ്ട് അങ്ങോട്ടൊരു വഴി തെറ്റി ഗൈസ്, കൂട്ടുകാരെ വഴി തെറ്റി. നമ്മൾ വന്നത് ഇതുകൊണ്ട് ആ ഒരു കവാടം പോലില്ലേ, അതിലേ കൂടെ വന്നത്. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ ടേൺ ചെയ്ത് ആ വഴി കൂടെ പോകണം. ലൊക്കേഷൻ നോക്കിയാ പോകുന്നത് കേട്ടോ. നിങ്ങൾ വഴി കാണുന്നുണ്ടോ? പറയൂ മാം. ആരോ നോക്കിയാ ഈ ഒരു വഴി കൂടാണ് നമ്മൾ ആ ഒരു മനോഹരമായ പ്ലേസിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. എത്തോ നമുക്ക് കണ്ടറിയാം. കണ്ടാൽ പുതിനയില പോലെ ഇരിക്കുമെങ്കിലും പക്ഷെ പുതിനയിലയല്ല, വേറെന്തോ ഒരു മണമില്ല കേട്ടാ. ഇതിന് മണമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞ പുതിനയില പോലല്ലേ. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് അവിടെ പോകുന്ന ആ ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കും അവിടെ ഒന്ന് പോകണമെന്ന്. പക്ഷെ നമുക്ക് ആ വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് സമയം കിട്ടിയിട്ട് പോലും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ ലൊക്കേഷൻ കിട്ടിയത്. അപ്പം ലൊക്കേഷൻ നോക്കി നമ്മൾ ആ സ്ഥലത്തേക്ക് വെക്കേണ്ടിരിക്കുക. എന്താണ് മുളകെ ഇവിടെ സ്റ്റോപ്പായ? ബത്ലഹേം, ഗിലോ, തൽപ്പിയോത്ത് ഇങ്ങനെയൊക്കെയുള്ള ബോർഡ് കാണിക്കുന്നുണ്ട്. ആ വഴി കൂടാണ് നമ്മൾ പോകുന്നത്. പത്ത് മിനിറ്റ്. ഇങ്ങോട്ടാണോ?
അങ്ങോട്ട്. ഇനിയിപ്പോ പോകേണ്ട ഈ വഴിയാന്ന് തോന്നുന്നു താപ്പോട്ട്. താഴെയുള്ള വഴിയാ. പച്ച മനുഷ്യനെ കാണുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. റോഡ് താഴോട്ട്. ഇവിടെ ഒരാൾക്ക് നടക്കാനേ സ്ഥലമുള്ളൂ വഴിയിൽ. ഓരോരുത്തർക്കായിട്ട് നടക്കാൻ സ്ഥലമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം ആവുമ്പോഴേക്കും ആൾക്കാരൊക്കെ കുറേ ബെഡ്ഷീറ്റുകളും ഫുഡും വെള്ളവും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും. ഇതേപോലുള്ള പാർക്കിലൊക്കെ വന്ന് ഇരിക്കും. നമ്മൾ പോകുന്ന വഴിക്കുള്ള വലിയൊരു പാർക്കാണിത്. രണ്ടും കൂടി ഇതെന്ത് എഴഞ്ഞെഴഞ്ഞ് വരുന്നേ. നെളുവും വാ, സന്ധ്യയ്ക്ക് മുമ്പ് പോണ്ടേ. നമ്മൾ ഈ പാർക്കൊക്കെ കടന്ന് ഇങ്ങനെ പോകുമ്പോ ആ ദൂരെ കണ്ട ഒരു തൂക്കുപാലം, അവിടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇവിടെ വളരെ റെയറായിട്ട് കാണാൻ കഴിയുന്ന ഓരോ കാഴ്ചകളാണ്. ആ പാറയൊക്കെ നോക്കി. ദിവസം കൊണ്ട് ഇവിടെ വരെ ആഗ്രഹിച്ച് വന്നയാണ്. ഫുള്ള് ഇവിടെ നോക്കി. അല്ലേ വെയിലായോണ്ട് ഇവിടെ പച്ചപ്പില്ല, അല്ലെങ്കിൽ നല്ല ഫുൾ പച്ചയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിന്റെ മേളിൽ നിന്നുള്ള വ്യൂ കാണാം. വരൂ സാന്ദ്ര, വരൂ. വരുവാണ്. ഓക്കെ. എല്ലായിടത്തേക്കും CCTV ഉണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ഫുൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ. ഹായ് ഗായ്സ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ തൂക്കുപാലത്തിൽ എത്തിയിരിക്കുന്നു. ഈ തൂക്കുപാലം ഞങ്ങള് അടയ്ക്കുന്നു കേട്ടോ. എന്താ പറയുക, അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നപ്പോഴത്തേക്ക് മോനായിട്ടാണെങ്കിൽ ഇതൊന്ന് പറയുന്നു. ഇവിടെ വന്നില്ലായിരുന്നു, വലിയൊരു നഷ്ടമായി. അതെ, നല്ല സീനറി കേട്ടോ. നല്ല അടിപൊളി ഒരു എന്താ പറയാ, ഇങ്ങനെ നമുക്ക് കാണിക്കുന്നതാണ്. അയ്യോ, നീണ്ടു നിവർന്ന് കിടക്കുക പാമ്പൻ പാലം. പുനലൂരുണ്ട്, ഞങ്ങളുടെ കൊല്ലത്ത് പുനലൂരുണ്ട് തൂക്കുപാലം. പക്ഷെ അത് വലിയതാട്ടോ, വേറെ മോഡലാണ്. നമുക്കതിന്റെ സെന്ററിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു കുലുങ്ങനാണോ, നല്ല പേടിയാവുന്നു. എന്തോ ഒരു നെഞ്ചെടുപ്പ്. നല്ല അനങ്ങും, നന്നായിട്ട് അനങ്ങുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഇളകി താഴെ വീണാ തീർന്നു കഥ. ഇവിടെ കാണുമ്പം ഒരുപാട് ഡെപ്ത് ഇല്ലെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ഡെപ്തിലാണ് ഉള്ളത്. ഇതിന് മുമ്പോട്ട് പോകാൻ ധൈര്യമില്ല.
അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ. നിങ്ങൾ വരുന്നില്ലേ? ഉയ്. വാ. യോ, അവര് നടന്നു വരുമ്പോ കുലുങ്ങുന്നു. കുലുങ്ങുന്നടി. സത്യം പറഞ്ഞ ഇവിടെ വന്ന് നിക്കുമ്പോഴേ നല്ല പേടിയാവുന്നുണ്ട്. കുതിരപ്പുറത്തൊരാള് വരുന്നുണ്ടേ. കൊച്ചിറക്കനാണ്. സൂം ചെയ്ത് നോക്കാതെ. കുതിര ഓടിച്ച് പഠിക്കുന്നുണ്ട്. അയ്യോ, ഇപ്പൊ വീഴും. ആണാണോ ബസ്സാണോ കഴുതയാണോ? ഞാൻ കണ്ടിട്ടേ ഇല്ലണ്ട്. ലൈറ്റ് കണ്ടിട്ടില്ല ഇതിന്റെ നേരിട്ട്. വെള്ള കഴുതയുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞു. എനിക്ക് നിങ്ങൾ അവിടുന്ന് വന്നപ്പോ നല്ല കുഴപ്പമായിരുന്നു. പേടിച്ചിരിക്കേ. ഇവിടെ എന്തോ നടക്കുന്നേ? ആടും കഴുതയും. നമ്മളിവിടെ നോക്കുമ്പോ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് കേട്ടോ. സൂം ചെയ്ത് നോക്കാം. ഇതെന്താണെന്നറിയില്ലല്ലോ. ചോളമാണോ? നെല്ലോ ചോളോ എന്തോ ആണ്. ഭയങ്കര കാറ്റാട്ടോ. കാറ്റടിച്ചു മുടി എല്ലാവരും പരും. ദൈവമേ, പേടിച്ചു. പട്ടിയെ കണ്ടപ്പോ അവന്മാർ അവിടെ നിന്നേട്ടോ. നമ്മളെ കണ്ടപ്പോ അങ്ങ് വലിയ ഷൈൻ ചെയ്ത് ഓടിച്ചങ്ങ് പോയ സ്പീഡില്. അവിടെ ചെന്നതുകൊണ്ട് പട്ടി പറഞ്ഞ അവിടെ നിക്കടാന്ന്. അപ്പൊ അവന്മാരവിടെ നിന്ന്. ഏതാണ് ആ മിടുക്കനായ പട്ടിക്കുട്ടി? നമുക്ക് കാണണ്ടേ? അയ്യോ, നമ്മളെ കണ്ടിട്ടും കുരയ്ക്കുന്നുണ്ട് കേട്ടോ. കടിക്കോ എന്തോ. ഈ പട്ടിയുടെ ഓരോ പാട്ട് ആ ഷൂസിന്റെ അത്രയും ഉള്ളു കേട്ടോ. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കാന്താരിയാന്ന് തോന്നുന്നു. കേട്ടിട്ടില്ലേ? കാന്താരി ചെറുതാണെങ്കിലും മതിയായിരുന്നു. Ja, de wonen precies.
بقول نمشي كل ساعة العيد അവർക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ നമ്മൾ തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സന്ധ്യയായി തുടങ്ങി, ഇതെല്ലാം ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ട് നമ്മൾ തിരികെ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരെ? നല്ല രസമായിരുന്നു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. നമുക്ക് ആ കുതിര പോകുന്ന കാണുമ്പോ, ഏത് സിനിമയായിരുന്നു ദിലീപിന്റെ? പാണ്ടിപ്പട മൂവിയിലെ ദിലീപ് പറയത്തില്ലേ, കുതിരയുടെ ഡിക്കി അടയ്ക്കാൻ, അതാണ് ഓർമ്മ വരുന്നത്. ആ, ഇവിടെ നോക്കുമ്പോ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ലൈറ്റ് ഒക്കെ വന്നു. തൂക്കുപാലം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് തൂക്കുപാലത്തിൽ പോണം എന്ന് പറഞ്ഞോണ്ട് അങ്ങ് മുറവിളിയായിരുന്നു കേട്ടോ. അത് അങ്ങോട്ട് തീർന്നു. ഇത് നമ്മുടെ ജാഫയുടെ ഒക്കെ കിങ് ജോർജിന്റെ ഒക്കെ അടുത്ത് തന്നെ. കിങ് ജോർജിന്ന് 30 മിനിറ്റ്. ഒന്നാഞ്ഞ് നടന്ന 23-25 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. ഞാൻ വിചാരിച്ചു ഒരുപാട് ദൂരം ഉണ്ടെന്ന് കേട്ടോ. പക്ഷെ അടുത്ത ജെറുസലേമിൽ വന്ന് നിന്നിട്ട് ജെറുസലേമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ അടുത്ത പുതിയ ടൂറിലൊക്കെ പോകേണ്ടത്. ടൂർ പോകുമ്പോൾ എന്തായാലും അടുത്തൊന്നും ആയിരിക്കത്തില്ല, ദൂരെയുള്ള സ്ഥലത്തായിരിക്കും. അതല്ലേ അതിന്റെ ഒരു ശരി. ഇങ്ങോട്ട് വരെ ലൊക്കേഷൻ ഉണ്ടായിരുന്നേ. തിരിച്ചു പോകാൻ ലൊക്കേഷൻ വല്ലതും ഉണ്ടോ? ഒരു ലൊക്കേഷൻ ഇല്ല, അറിയത്തില്ല. അതിപ്പോ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കേ. ഓർമ്മയുണ്ടോ? എന്തായാലും ഒരു സിഗ്നൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി ഇങ്ങോട്ട് പോകുന്നതിന് പിടിച്ചില്ല. അവിടെ കണ്ടു നോക്കാം. എന്തായാലും ജെറുസലേമിലല്ലേ, എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ടും. അതെ. ഓ, എവിടെ നോക്കിയാൽ കുതിരക്കാരാ ഞങ്ങൾക്ക് ട്രിപ്പ് അടിക്കുവോ? സത്യത്തിൽ അതിന് അത്രയ്ക്ക് ആരോഗ്യമൊന്നും കാണത്തില്ല. ഞാൻ ഊട്ടി പോകുന്ന വീഡിയോക്കകത്ത് നോക്കി അറിയാം, കുതിരയുടെ പുറത്ത് ഞാൻ നേരെ ഒന്നിരുന്ന് കേട്ടോ. കുതിര ഇങ്ങനെ പൊളഞ്ഞൊക്കെ പോകുന്നു. പിന്നെ അതിനങ്ങ് ദേഷ്യമായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ അങ്ങേര് ആ കുതിരക്കാരൻ പിന്നെ അതിന് എന്തൊക്കെയോ സിഗ്നലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അതിനെ മെരുക്കി അവിടെ നിർത്തിയത്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഹീറോ പേനെ കാണുന്നത്. അതുകൊണ്ട് അതും കൂടി അങ്ങ് കവർ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് പെട്രോൾ എടുത്തെടുക്കൂ. ഒളിച്ചു ഗൈസ്, നാണം. ഇങ്ങനത്തെ ഒരു കാഴ്ചയും കൂടെ കണ്ടു. നമ്മുടെ തെന്മലയിലൊക്കെ ഉണ്ട് വാട്ടർ ഷോ. എന്തോ നിന്നോ? ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇന്നല്ലോ. ഓ, പാട്ട് ഇച്ചിരി സ്ലോ ആയിപ്പോയി, അതുകൊണ്ടാണ് തോന്നുന്നു അതങ്ങ് കമ്മിയത്. നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് പോയി കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഇത് ഫ്രീ ആയിട്ട് കയറി കാണാം. വേറെ എന്തൊക്കെയോ ഷോകള് ഉള്ളിലേക്കുണ്ട്, പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാം. പാട്ടത്ര കൊള്ളത്തില്ലല്ലേ? നമുക്ക് അടുത്തേക്ക് പോയി കാണാം കേട്ടോ. ഫോൺ
ഫോണിൽ ഇത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടെണ്ണം അന്തം വിട്ട് പണ്ടാരടങ്ങി നിൽക്കുക കേട്ടോ. അത് ഒളിച്ച് ഒരു ഡാൻസും കൂടെ കളിയിടി. പോരട്ടെ രണ്ടുപേരും അടുത്തടുത്തേക്ക്. പാട്ടിന്റെ കുഴപ്പമാണ് കേട്ടോ. പാട്ട് നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇടുകയാണെങ്കിൽ മലയാളം പാട്ടൊക്കെ ഇങ്ങോട്ട് ഇട്ടിരുന്ന തമിഴും മലയാളവും ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ആകാശത്ത് വരെ പോയാലോ. ഉറക്കം തോന്നി പോകുന്നു. ഇപ്പോഴാണ് പാട്ടിൽ നമുക്ക് എനർജി വന്നത്. അപ്പൊ നമുക്ക് പോയാലോ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ശരി. അവിടെ നിന്ന് തിരിച്ചു വരാൻ മനസ്സേ വരുന്നില്ല. അവിടെ അങ്ങ് നിൽക്കാൻ തോന്നുന്നു കുറേ സമയം കൂടി. പക്ഷേ ഒരാൾക്ക് തിരിച്ച് ജോലിക്ക് കയറാനുള്ള ടൈമായി. എന്തോ ഒരു ഫീലായിരുന്നു അവിടെ പോയിരുന്നപ്പോ അല്ലേ? എന്തെല്ലാം ഉണ്ട് ഇവിടെ, എന്തായാലും നമ്മൾ കാണാത്ത. നമ്മളിപ്പോ ആ ഒരു തൂക്കുപാലം കാണാൻ പോയതുകൊണ്ട് മാത്രം ഇത് കണ്ടത്. പുള്ളിക്കാരി ഇന്ന് ഡ്യൂട്ടിക്ക് കയറാൻ കുറച്ച് സമയം കൂടി ഉള്ളു. എന്നിട്ട് പോലും നമ്മുടെ കൂടെ വന്ന് അടിച്ചു പൊളിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ പുള്ളിക്കാരി പോവാ. പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമം. ഇന്നത്തെ യാത്ര വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. എന്തായാലും തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണം കേട്ടോ. നടന്നു പോയതായതുകൊണ്ട്, ബസ്സിലൊന്നും അല്ലല്ലോ പോയത്. അതുകൊണ്ട് നല്ല ടയേർഡായി. ഭയങ്കര ചൂട്. അതുകൊണ്ട് ഈ കോട്ടൊക്കെ മാറ്റി. എന്തായാലും ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.